No, but I don't think it is wise either to invest or take bulk order due to the recession. Okay, let's think of it later. അശോകേട്ടാ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. കൂടെ നിന്ന് നീയെല്ലാം രക്ഷപ്പെട്ടോട്ടെന്ന് കരുതിയാ ഞാൻ ബാറുകളെല്ലാം നിങ്ങൾക്ക് വിട്ടുവന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അയ്യോ അശോകേട്ടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേണ്ട, ഈ ബിസിനസ് നീ പറഞ്ഞേരെ. ഞാൻ രാജീവിനോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിരിക്കുക. അവൻ നോക്കിക്കോളും ഇനി അതെല്ലാം. ഷൺമുഖണ്ണനോട് അന്നേ ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എല്ലാം തീർന്നില്ലേ? അങ്ങനെ എളുപ്പമൊന്നും തീരില്ല ഞാൻ, പക്ഷെ തീർക്കും. ഇയാളെ കുടുംബത്തോടെ ഞാൻ തീർക്കും. ഹലോ, ഇവിടെ ആരു? ഓ, താനായിരുന്നോ? ഞാനായിരുന്നു. അതിന് അശോകേട്ടൻ വന്നിട്ടില്ലടോ. എന്നാ ഞാൻ അശോകേട്ടനെ കാണുന്നതിന് മുമ്പ് ഈ ലെറ്റർ അദ്ദേഹത്തിനൊന്ന് കൊടുത്താൽ കൊള്ളായിരുന്നു. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ നേരിട്ട് കേട്ട് കൊടുത്താൽ മതി. ഇപ്പൊ പോയിട്ട് ചന്ത കഴിച്ച് മടങ്ങുക, അപ്പോഴേക്കും അശോകേട്ടനെത്തും. ആ, ഇതാ പെണ്ണല്ലേ? ഇവളെപ്പ കേറി ഇതിനകത്ത്? ഇയാളെന്തെവിടെ? ഒന്നും പറയണ്ട, ഇവിടുത്തെ അമ്മ വിളിപ്പിച്ചിട്ട് വന്നതാ. ഇന്ന് അശോകേട്ടൻ വരെയല്ലേ, അതാ. അശോകേട്ടൻ വന്ന ഇയാക്കെന്താ? തനിക്കൊന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? അടുക്കളയിൽ ഒരു സഹായത്തിന് വന്നതാ. ദേ, ഇനി എന്നെ കണ്ണുകൊണ്ട് കാണരുത് കേട്ടോ. ഇല്ല, ഇയാളെ കാണാൻ ഞാൻ വേറെ 2 കണ്ണ് ഫിറ്റ് ചെയ്യാം. അശോകേട്ടനെ ചീത്തപ്പേരുണ്ടാക്കാൻ സ്വന്തം ഭാര്യയും കൂട്ടി നിൽക്കണതാ എനിക്ക് മനസ്സിലാവാത്തത്. അയ്യോ, ദൈവദോഷം പറയരുത് കേട്ടോ. ഈ തറവാട്ടിൽ ജനിച്ചവരൊക്കെ വലിയ ആളുകളാ. അതെന്താ? ഈ തറവാട്ടിലെ കുഞ്ഞുങ്ങളൊന്നും ജനിക്കാറില്ലേ? വലിയ ആൾക്കാരായിട്ടാണ് അങ്ങോട്ട് പോരുന്നത്. തറവാടിന്റെ മഹിമ പറഞ്ഞ് കൊള്ളരുതായ്മയ്ക്ക് വെള്ളം പൂശരുത്. അങ്ങനെ കൊള്ളരുതാത്ത തറവാടാണെങ്കിൽ പിന്നെ ഇതിന് ഇവിടെ തന്നെ ബോഡി ഗാർഡായിട്ട് വന്നേ? അത് പവർ, അശോകന്റെ കരുത്ത്. ഈ കരുത്ത് കൊണ്ട് നമുക്ക് എത്ര പേര് വേണമെങ്കിലും ജയിക്കാലോ. കരുത്തുകൊണ്ട് ജയിക്കുന്നത് നാടിന്റെയാണോ, കാടിന്റെ നിയമല്ലേ? എന്താ? മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടത് കരുത്തുകൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. അങ്ങനെ സ്നേഹം കൊണ്ട് ഇയാൾ ഇവിടെ ആരും കീഴ്പ്പെടുത്താനും നിൽക്കണ്ട. എന്തായാലും വന്നുപോയില്ലേ, ഇവിടുത്തെ അമ്മയെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കണത് ആരും കാണണ്ട. ഞാൻ അത് മതി ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പൊക്കോ പൊക്കോ, ഞാൻ അങ്ങോട്ട് പൊക്കോ. രാജീവനും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിലാ. ഓ, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിൽ പോകുന്നു. ടൗണിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റായി. അമ്മ അവിടെ ഉറങ്ങിയോ? പുന്നാരമോൾ അങ്ങനെ ഉറങ്ങുവോ? അച്ഛനും ഏട്ടനും വരാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. അമ്മൂ, അച്ഛാ, രാജീവേട്ടൻ എവിടെ? അവൻ വരാൻ ലേറ്റ് ആവും. മോള് കിടന്നോളൂ. ഏയ്, ഞാൻ ഏട്ടൻ വന്നിട്ടേ കിടക്കണുള്ളൂ. പിന്നെ അച്ഛാ, അച്ഛനെ നോക്കാനേ ഒരു ബോഡി ഗാർഡ് എത്തിയിട്ടുണ്ട് ഇവിടെ. ആര്? ബോഡി ഗാർഡ്. ബോഡി ഗാർഡോ? ആരുടെ ബോഡി ഗാർഡ്? അയ്യോ, അശോകേട്ടന്റെ ബോഡി ഗാർഡാണെന്നും പറഞ്ഞല്ലേ അയാൾ ഇവിടെ വന്നത്. താൻ എന്തൊക്കെയാണോ ഈ പറയണേ? എനിക്കെന്തിനാണോ ബോഡി ഗാർഡ്? അത് അശോകേട്ടന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് ആരുടെ കത്തുമായിട്ട് അയാൾ വന്നത്. അതുകൊണ്ടാ മേനേജേട്ടൻ ഗസ്റ്റ് ഹൗസ് താമസിപ്പിച്ച്. ഇപ്പൊ ഇവളിട്ട് വട്ട് തട്ട് അയാളെ. എന്തോ നാടോ ഇത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വന്നാൽ ഉടനെ കയറ്റി താമസിപ്പിക്കുക. ഇഡിയറ്റ്സ്. ഓ, നേരം വെളുത്താൽ ആദ്യം അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം, മനസ്സിലായോ? മേനോൻചേട്ടാ, മേനോൻചേട്ടാ, ഓ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, അയാളെ പറഞ്ഞു വിടണ്ട. ഇതുപോലൊരാൾ അച്ഛന്റെ കൂടെയുള്ളത് നല്ലതാ. അച്ഛനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, കേട്ടല്ലോ? അച്ഛൻ പറയുന്നു പറഞ്ഞയക്കാൻ, മകള് പറഞ്ഞയക്കരുതെന്ന്. ഇതിപ്പോ ആര് പറയുന്നതാ ഞാൻ കേക്കട്ടെ? എന്താ ഇത്ര താമസിച്ചേ? അശോകേട്ടൻ എപ്പോഴേ വന്നു, ഇപ്പൊ ഉറങ്ങിയിട്ടും ഉണ്ടാവും. അശ്ശോ, ഞാൻ പോകാണ്ട് ഇവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ആ, പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ. ഏയ്, അതിന് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ട് വേണ്ടേ? വെരി ഗുഡ്. പോയി കിടന്നോളൂ. മുറി അകത്തുനിന്ന് പൂട്ടാൻ മറക്കരുത് കേട്ടോ. കിടക്കാൻ ഇനിയും ലേറ്റ് ആവും. അതെന്താ? അശോകേട്ടന്റെ മകൻ വരുന്നുണ്ട് ദുബായിന്ന്. ദൈവമേ, അതും എത്തുന്നുണ്ടോ? എന്തേ? എടോ, അച്ഛനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ് മകൻ. വീക്ക്നെസ്സില് ആണോ? ആണോന്നോ? പണിക്കാരി പെണ്ണുങ്ങളോടാ കൂടുതൽ കമ്പം. അവർക്കാവുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ. ലുപ്തൻ പൂനെയില് പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു നേപ്പാളി പെണ്ണിന്റെ വലയിൽ കുടുങ്ങി പോയതല്ലേ ഈ ഏർപ്പാളി. അവിടുന്ന് അശോകേട്ടൻ രക്ഷപ്പെടുത്തി നാട് കടത്തിയതാ ദുബായിലേക്ക്. ഇതൊക്കെ ബോഡി ഗാർഡിന് എങ്ങനെ അറിയാം? പിന്നെ ചുമ്മാതാണോ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്? അച്ഛന്റെ മകന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ എടുത്തു കഴിഞ്ഞു.
എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു തലവേദന പോലെ. നന്നായി നന്നായി, ഇതിപ്പോ വന്നത് നന്നായി. ഈ കെയർ ഓഫിൽ നേരത്തെ മുറിയുടെ വാലടച്ച് കിടന്നോ. ആരൊക്കെ മുട്ടിയാലും തുറക്കരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പട്ടിയെ കാണുന്നില്ല, കൊരയും കേക്കണ്ട്. ഇവിടെ എവിടെ? ഇങ്ങോട്ടേ, താനെന്താ നിലാവത്തെ കോഴി നടക്കുന്നത് പോലെ? തന്നെ ഏത് ഗവൺമെന്റ് ആണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പാകിസ്ഥാൻ ഗവൺമെന്റോ? തന്നെ ഇവിടെ കേട്ട് താമസിപ്പിച്ച തെറി മുഴുവൻ കേട്ടത് ഞാനാ. എന്നെ ഒരു ഗവൺമെന്റ് അയച്ചതല്ല, വാര്യർ സാറ് പറഞ്ഞു വിട്ടതാ. വാര്യർ സാറോ? എന്നാ പിന്നെ തനിക്ക് നേരത്തെ പറഞ്ഞു തുളച്ചുകൂടായിരുന്നു. അതിന് പറയാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടണ്ടേ? ഗ്യാപ്പോ? മേലിൽ തന്നെ ഇതിനകത്ത് കയറ്റി പോകരുന്ന ഉത്തരവ്. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ താൻ പോയിട്ട് വെളുപ്പിന് വാ. അല്ല, വെളുപ്പിന് ഞാൻ വരുന്നതിന് മുമ്പ് അശോകേട്ടൻ അങ്ങോട്ടെങ്കിലും പോയാലോ? രാത്രിയിലും വരണം. അത് ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്ന് നേരം വിളിപ്പിച്ചോളാം. ഇരുന്നാലേ നേരം വെളുക്കുള്ളൂ, കിടന്നാ നേരം വെളുക്കല്. താൻ ആ പായ എടുത്തിട്ട് ഇവിടെ കാലം കിടക്കേ. ആ ഒരമ്മു പറഞ്ഞിട്ടാണ് പോലും വെളുത്ത വേലക്കാരികളുടെ ഒരു ഇൻഫ്ലുവൻസ്.